എന്നെ അടിക്കരുത്, എന്നെ വിട്ടേക്കൂ. ഞാനൊരു പാവമാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിട്ടേക്കൂ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അയ്യോ, എന്നെ വെറുതെ വിടൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പാവമാണ്. നിൽക്കോ. രാജൻ, ഇവൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ ഇവനെ ശിക്ഷിക്കുന്നത്? ബീർബൽ, ഇവന്റെ പേര് മാധവൻ എന്നാണ്. ഇവനാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ വ്യക്തി. ഇവനെ കണി കണ്ടിട്ട് ആരെന്ത് ജോലി തുടങ്ങിയാലും അത് വിജയകരമാവില്ല. ഇതെല്ലാവരുടെയും അഭിപ്രായമാണ്. ഇക്കാരണം കൊണ്ടാണോ ഇവനെ അങ്ങ് ശിക്ഷിക്കുന്നത്? അതെ, ഇത് ഞാൻ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവനെ എന്റെ രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവനെ കണി കണ്ടിട്ടാണ് ജോലി തുടങ്ങിയത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ബീർബൽ, ഇന്ന് മുഴുവനും എന്റെ ഒരു ജോലിയും എനിക്ക് ശരിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രശ്നങ്ങൾ കാരണം എനിക്ക് അല്പം പോലും വിശ്രമിക്കാനും കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇന്ന് മുഴുവനും അല്പം പോലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. ഇവരാണ് ഇതിന് കാരണം. ഈ നിർഭാഗ്യശാലിയായ വ്യക്തി കാരണം ഇന്ന് എന്റെ ദിവസം മുഴുവനും പാഴായി തീർന്നു. ബീർബൽ, ഇവന് 1000 ചാട്ടയടി നൽകാൻ ഞാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. പിന്നീട് ഇവനെ തൂക്കിലിടണം. അല്ലയോ മഹാരാജൻ, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്ത് സംശയം ബീർബൽ? ഇന്ന് രാവിലെ അങ്ങ് ഇവന്റെ മുഖമാണ് കണി കണ്ടതെന്ന് പറയുന്നു. പക്ഷെ ആരുടെ മുഖമാണ് ഇവൻ ഇന്ന് കണ്ടത്? എനിക്ക് തോന്നുന്നു എന്റെ മുഖമാണെന്ന്. ബീർബൽ, എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? എന്നെ നിങ്ങൾ കളിയാക്കുകയാണോ? പറയൂ ബീർബൽ. അല്ല മഹാരാജൻ, നമ്മുടെ ഈ വലിയ സാമ്രാജ്യത്തിലെ ഈ ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ടാണ് അങ്ങേക്ക് ഭക്ഷണം കിട്ടാതെ പോയതെന്ന് അങ്ങ് വിചാരിക്കുകയാണ്. പക്ഷേ അവന്റെ വിധി അങ്ങ് കണ്ടില്ലേ? അങ്ങയെ കണി കണ്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവന് തന്റെ ജീവൻ തന്നെ വെടിയേണ്ടി വരുന്നു. അല്ലയോ രാജൻ? ആരാണ് നിർഭാഗ്യശാലി, ഇവനാണോ അതോ അങ്ങോ രാജൻ? ഓ, എന്നോട് ക്ഷമിച്ചാലും ബീർബൽ, ക്ഷമിച്ചാലും. ഇത്രയും തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞതിന് വളരെ നന്ദി. ഇൻഷാ അല്ലാഹ്. ആരവിടെ? അവന്റെ കാലുകളിൽ നിന്നും ചങ്ങലി അടിച്ച് അവനെ സ്വതന്ത്രനാക്കൂ. രാജൻ, പണം ധാരാളമായി വരുമ്പോൾ നാം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. നല്ലതോ ചീത്തയോ എന്തു തന്നെ സംഭവിച്ചാലും നാം ആണ് അതിന് ഉത്തരവാദികൾ. തീർച്ചയായും മഹാരാജൻ, മറ്റാരും അതിന് കാരണക്കാരല്ല. ഇത് മനസ്സിലാക്കാതെ ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു, അവന്റെ മുഖം കണി കണ്ടാൽ അത് ഭാഗ്യമാണ്, അവന്റെ മുഖം കണി കണ്ടാൽ അത് നിർഭാഗ്യമാണ് എന്ന്. ജനങ്ങൾ തെറ്റ് ചെയ്തേക്കാം രാജൻ, പക്ഷെ അങ്ങയുടെ കാര്യമോ?
ഓ ബീർബൽ, എന്നോട് ക്ഷമിച്ചാലും ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത്. ഇയാളെ സ്വതന്ത്രനാക്കൂ. ഇയാൾക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകി പറഞ്ഞയക്കൂ. അല്ലയോ രാജൻ, വളരെ നന്ദി. സന്തോഷത്തോടെ മടങ്ങും. ഇനി എന്റെ ജീവിതത്തിൽ ആരെയും നിർഭാഗ്യശാലികളായി കാണില്ല. എല്ലാവരും ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ട് മഹാരാജൻ? അതിന് കാരണം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ, ശരിയല്ലേ? സ്വാമി, കൊട്ടാരത്തിൽ ഇന്ന് നല്ല വിരുന്നായിരുന്നോ? ഓ അതെ അതെ, ഞാൻ വയറ് നിറയെ ഭക്ഷിച്ചു. എനിക്കിപ്പോ അനങ്ങാൻ പോലും വയ്യ. അതെയോ? നിങ്ങൾ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഇന്ന് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലേ? അല്ലല്ല, ഞാൻ കഴിച്ചു. പിന്നെന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അത് ഓർത്തിട്ട് ആ വിഷമം. അതൊക്കെ മറന്നേക്കെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഇതാണ് പതിവായി ഇവിടെ നടക്കുന്നതല്ലേ? ദിവസവും കൊട്ടാരത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ഇത് കൊട്ടാരമോ അതോ സത്രമോ? ഇതിനൊരവസാനം ഉണ്ടാക്കണം. എനിക്കൊരാശയം തോന്നുന്നു. അതെ, ഈ കൊട്ടാര പരിസരത്ത് അനാവശ്യമായി ആരെയും കണ്ടുപോകരുത്. കണ്ടാൽ കർശന നടപടി എടുക്കുന്നതായിരിക്കും. ഈ ആജ്ഞ പാലിക്കാത്തവർക്ക് കഠിന ശിക്ഷ നൽകുന്നതായിരിക്കും. എന്താണ് ഇത്ര കർശനമായ ഒരു ആജ്ഞ? നാം ഇനി എന്താ ചെയ്യുക? നാം ഇനി എവിടെ പോകും? ഒന്നും മനസ്സിലാകുന്നില്ല. വിഷമിക്കേണ്ട, വിഷമിക്കേണ്ട. എന്റെ സുഹൃത്തായ ബീർബലിനെ നമുക്ക് പോയി കാണാം. നമ്മുടെ പ്രശ്നത്തിന് അദ്ദേഹം ഉടൻ പരിഹാരം കാണും. അതെ അതെ, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം. രാജാവ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിനി എവിടെയാണ് അഭയമുള്ളത്? ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നല്ലൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബീർബൽ. ശരി ശരി, ഇപ്പോൾ നിങ്ങൾ പോയിക്കോളൂ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ ആവട്ടെ. അല്ലയോ സന്യാസി, ഇവിടെ ഇരിക്കാൻ പാടില്ല. മതിലിൽ നിന്ന് താഴെ ഇറങ്ങൂ. രാജാവിന്റെ ഉത്തരവുണ്ട്, നിങ്ങളെ പോലുള്ളവരെ ഉപദ്രവിക്കരുതെന്ന്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാജാവ് കണ്ടാലുണ്ടല്ലോ കഠിന ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. വേഗം ഇവിടുന്ന് പോകൂ, പോകൂ, വേഗം പോവാൻ. വേണ്ട, നമുക്ക് പോകാം. ഇദ്ദേഹം നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല. അല്ലയോ സന്യാസി, ശിക്ഷ ലഭിക്കുന്നതിൽ നിന്നും ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ആരവിടെ? എന്താണ് അവിടെ നടക്കുന്നത്? രാജൻ, പറഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നേയില്ല. ഞങ്ങൾ എത്രയോ പറഞ്ഞു നോക്കി. എന്തൊരു ധൈര്യമാണ് അദ്ദേഹത്തിന്! ഞാനിത് അവിടെ വരുന്നു, നിങ്ങൾ അവിടെ നിൽക്കോ. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾക്ക് കൊട്ടാരത്തിലിരിക്കാൻ അനുവാദം തന്നത്? നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നിരിക്കാൻ ഇതൊരു സത്രമല്ല. ഈ രാജകൊട്ടാരം എന്റെ സ്വന്തമാണ്. അല്ലയോ രാജൻ, ഈ കൊട്ടാരം അങ്ങയുടേതാണോ? അതെ, ഈ കൊട്ടാരം എന്റെ സ്വന്തമാണ്. അങ്ങയ്ക്ക് മുൻപ് എന്റെ അച്ഛന്റേതായിരുന്നു, ഹുമയൂൺ ചക്രവർത്തിയുടേത്. അദ്ദേഹത്തിന് മുൻപ് എന്റെ മുത്തച്ഛൻ ബാബർ ചക്രവർത്തിയുടേത്. അദ്ദേഹത്തിന് മുൻപ് എബ്രഹാം ലോധി സാമ്രാജ്യത്തിന്റെ. എന്റെ മുത്തച്ഛൻ അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഈ കൊട്ടാരം കൈവശപ്പെടുത്തിയതാണ്. അങ്ങയ്ക്ക് മുൻപ് ഇവിടെ എത്രയോ പേർ ജീവിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇത് അങ്ങയുടെ സ്വന്തമാണെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? നിങ്ങൾ എന്താണ് പറയുന്നത്? രാജൻ, ഈ ലോകം മുഴുവനും തന്നെ ഒരു സത്രം പോലെയാണ്. കുറച്ചു കാലത്തേക്ക് മാത്രമാണ് നാം ജീവിക്കാൻ പോകുന്നത്. ആ ചുരുങ്ങിയ കാലത്തിൽ എന്തിനു തമ്മിൽ തല്ലണം? ഇതെന്റേതാണ്, ഇത് നിന്റേതാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള വഴക്കുകൾ? പറയൂ രാജൻ. ഞാൻ എന്റേത് എന്ന് പറയുന്നതിൽ സ്വാർത്ഥതയാണുള്ളത്. പക്ഷേ നാം നമ്മുടേത് എന്ന് പറയുമ്പോൾ അതിൽ ഐക്യമുണ്ടാകുന്നു. ഇത് മനസ്സിലാക്കാതെ അഭയത്തിനായി കാത്തിരിക്കുന്ന സന്യാസിമാരെ അങ്ങ് തുരത്തി ഓടിച്ചു. മഹാരാജൻ, ഇതുകൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടാവുക?
എന്റെ അഹങ്കാരം നശിച്ചു. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി. നിങ്ങൾ ആരാണ്? സത്യം പറഞ്ഞാലും. ഇനിയും എന്നെ മനസ്സിലായില്ലേ രാജൻ? ഞാൻ അങ്ങയുടെ ബീർബൽ. പ്രിയപ്പെട്ട ബീർബൽ, ഒരു രാജാവിന്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായല്ലോ. നന്ദി. എന്റെ ആശംസകൾ. ഞാൻ എന്റെ ഉത്തരവ് പിൻവലിക്കുന്നു. നന്ദി രാജൻ, വളരെ നന്ദി. മന്ത്രിവര്യന്മാരെ, പാർസി രാജാവിനെ കുറിച്ച് കുറെ കാലമായി യാതൊരു വിവരവുമില്ലല്ലോ. എന്താണ് പറ്റിയത്? അതെ ചക്രവർത്തി, യാതൊരു വിവരവുമില്ല. ഇതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിനൊരു സന്ദേശം അയക്കട്ടെ രാജൻ? വേണ്ട വേണ്ട, അത് പിന്നീടാകാം. അസ്സലാമു അലൈക്കും ഹുസൂർ. പാർസിയിൽ നിന്നും ഒരു ദൂതൻ അങ്ങയെ കാണാനായി വന്നിട്ടുണ്ട്. ഓ, പാർസി രാജാവ് നീണാൾ വാഴട്ടെ. ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും ദൂതനെത്തിയോ? ഉടൻ തന്നെ അയാളോട് വരാൻ പറയൂ. ശരി ഹുസൂർ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ രാജാവ്, മുഗൾ സാമ്രാജ്യത്തിന്റെ കിരീടധാരിയായ അക്ബർ ചക്രവർത്തിക്ക് എന്റെ പ്രണാമം. ഷേഖ് അബ്ദുള്ളയ്ക്ക് സ്വാഗതം, ഹാർദമായ സ്വാഗതം. എങ്ങനെയിരിക്കുന്നു എന്റെ ഉറ്റമിത്രം പാർസിയുടെ രാജാവ്, മരുഭൂമിയുടെ സിംഹം മുഹമ്മദീൻ തോഗ്ലക്? സുഖമായിരിക്കുന്നു ചക്രവർത്തി. അദ്ദേഹം ഈ സന്ദേശം തന്നയച്ചിട്ടുണ്ട്. അങ്ങയ്ക്ക് നൽകാൻ ഒരു വിലയേറിയ സമ്മാനവും അയച്ചിട്ടുണ്ട്. എവിടെയാണ് ആ സമ്മാനം? ഇതാ കൊണ്ടുവരാം. ആ വിലയേറിയ സമ്മാനം കൊണ്ടുവരൂ. എന്ത് സിംഹമോ? ഇത് സാധാരണ സിംഹമല്ല, ഇതൊരു സ്വർണ്ണ സിംഹമാണ്. ആ കൂട് തുറന്ന് സിംഹത്തിനെ സ്വതന്ത്രമാക്കൂ, ഉടൻ തന്നെ. ചക്രവർത്തി, കൂട് തുറക്കാതെ തന്നെ സിംഹത്തിന് പുറത്തു കൊണ്ടുവരണം. അതാണ് എന്റെ രാജാവിന്റെ വെല്ലുവിളി. അതെളുപ്പമാണ്. ആരവിടെ? കൂട് തുറന്ന് ഉടൻ തന്നെ ആ സിംഹത്തിനെ പുറത്തു കൊണ്ടുവരൂ. മഹാരാജൻ, സിംഹത്തിനെ പുറത്തു കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല. ആ കൂട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിന് വാതിലില്ല തിരുമനസ്. എന്താണിത്? സിംഹത്തിന്റെ കൂടിന് വാതിലില്ലെന്നോ? മാത്രമല്ല, കൂട് തകർക്കുകയുമരുത്. എങ്ങനെയാണ് സിംഹത്തെ പുറത്തു കൊണ്ടുവരിക? ഇവിടെയാണ് അങ്ങയുടെ കഴിവ് കാണിക്കേണ്ടത് ചക്രവർത്തി. അങ്ങയുടെ രാജസദസ്സിൽ നവരത്നങ്ങളായ 9 മന്ത്രിമാരുണ്ട്. കൂടാതെ സമർത്ഥനായ ബീർബലുമുണ്ടല്ലോ. പരിശ്രമിച്ചു നോക്കൂ ചക്രവർത്തി. സാധ്യമാണോ എന്ന് നമുക്ക് നോക്കാം. ആഹാ, നിങ്ങളുടെ രാജാവ് എന്റെ മന്ത്രിമാരെ വെല്ലുവിളിക്കുകയോ? ബീർബൽ, ആ കൂട്ടിൽ നിന്ന് സിംഹത്തെ പുറത്തു കൊണ്ടുവരൂ. ഈ പാർസി രാജാവിന് നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ. അങ്ങയുടെ ആജ്ഞ പോലെ. വേഗം ചെന്ന് ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് നന്നായി ചുവക്കുവോളം പഴുപ്പിച്ച് ഉടനെ കൊണ്ടുവരൂ. ശരി ഹുസൂർ. ഓ, എന്തൊരു അതിശയം! സ്വർണസിംഹം ഉരുകിയല്ലോ. അല്ല ചക്രവർത്തി, ഇത് സ്വർണമൊന്നുമല്ല. ഇത് സ്വർണം പൂശിയ മെഴുകു പ്രതിമയായിരുന്നു. അതുകൊണ്ടാണ് ചൂടുള്ള കമ്പി കൊണ്ട് തൊട്ട ഉടൻ തന്നെ
അത് ഉരുകുവാൻ തുടങ്ങിയത്. എന്താ എന്റെ മന്ത്രി ബീർബലിന്റെ ബുദ്ധി സാമർഥ്യം കണ്ട് അന്തിച്ചു നിന്നുപോയോ? നിങ്ങൾ തോറ്റു അല്ലേ? അതെ ചക്രവർത്തി, അതെ. ഞാൻ പുറപ്പെടുകയാണ്. അത്ര വേഗം പോകേണ്ട. ഈ ഒഴിഞ്ഞ കൂടും എടുത്തുകൊണ്ട് വയ്ക്കുള്ളൂ. ഇത് പാർസി രാജാവിനുള്ള എന്റെ സമ്മാനമാണ്. ഒപ്പം ധാരാളം ആശംസകളും. ബീർബൽ, നിങ്ങളുടെ കഴിവിനും ബുദ്ധിക്കും തുല്യമായി ഈ ലോകത്ത് യാതൊന്നും തന്നെയില്ല. നിങ്ങളെപ്പോലുള്ളവർ ഉള്ളപ്പോൾ ഈ സാമ്രാജ്യം ശക്തവും സമ്പൽ സമൃദ്ധിയുള്ളതുമായി തീരും. നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഞാൻ പുറപ്പെടുന്നു ബീർബൽ. നന്ദി. ഭയങ്കര തണുപ്പ്. ബീർബൽ, എനിക്ക് തോന്നുന്നു ഈ വർഷം തണുപ്പൽപ്പം കൂടുതലാണെന്ന്. അതേ തിരുമനസേ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം തണുപ്പൽപ്പം കൂടുതലാണ്. ശരിയാണ്. ജനങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത തണുപ്പാണ്, അല്ലേ? അല്ല ചക്രവർത്തി, ആത്മാർത്ഥതയുള്ള ഒരു തൊഴിലാളി വെയിലോ മഴയോ തണുപ്പോ ഒന്നും തന്നെ വകവയ്ക്കാതെ ജോലി ചെയ്തുകൊള്ളും. എന്ത് അബദ്ധമാണ് പറയുന്നത് ബീർബൽ? ആരെങ്കിലും ഈ തണുപ്പത്ത് ജോലി ചെയ്യുമോ? ഈ മഴയും തണുപ്പും ഒന്നും കാര്യമാക്കേണ്ട. നമുക്ക് ജീവിച്ചു പോകണ്ടേ? ഇന്നു രാത്രി നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്തല്ലേ പറ്റൂ. ജീവിക്കാൻ പണം വേണം, ശരിയല്ലേ? ശരിയാണ്. നമുക്ക് ജീവിക്കാൻ പണം വേണം. എന്ന് വെച്ച് തണുപ്പത്തിറങ്ങി ആരോഗ്യം നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. പണം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ നമ്മെ മാനിക്കൂ. ശരിയായ വഴിയിലൂടെ സമ്പാദിക്കണമെങ്കിൽ നാം കഠിനമായി അധ്വാനിക്കണം. വേറെ വഴിയില്ല. ഇല്ല ബീർബൽ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പണത്തിനു വേണ്ടി മറ്റുള്ളവരെല്ലാം ഇങ്ങനെ അധ്വാനിക്കാറുണ്ടോ? അതേ തിരുമനസേ, അവർ അധ്വാനിക്കുന്നു. എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അധ്വാനിക്കുന്ന ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഈ പ്രയത്നത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ഞാൻ ആ വ്യക്തിക്ക് സ്വർണവും സ്വത്തും നൽകാം. ഞാൻ കാണിച്ചു തരാം. അത്തരമൊരാളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കാം. അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. പ്രിയപ്പെട്ട ബീർബൽ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതിന് പരിശ്രമിക്കരുത്. നിങ്ങൾ പരാജയപ്പെടും. അല്ല ചക്രവർത്തി, എനിക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് നോക്കാം. ഇയാളാണ് അതിന് ശരിയായ ഉദാഹരണം. ചക്രവർത്തി, ദേ ഇയാളാണ് ഞാൻ അങ്ങയോട് മുൻപ് പറഞ്ഞ തൊഴിലാളി. ഇയാളെ പരീക്ഷിച്ചുകൊള്ളൂ, അങ്ങയുടെ ഇഷ്ടം പോലെ. എന്താ നിങ്ങളുടെ പേര്? ഗോവിന്ദൻ എന്നാണ്. ഗോവിന്ദൻ, ഇതാണ് പരീക്ഷണം. ഇന്ന് രാത്രി നിങ്ങൾ യമുനാ നദിയിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കണം. നിങ്ങൾക്കതിന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരിക്കും. എന്തു പറയുന്നു? തിരുമനസേ, ഞാൻ നിൽക്കാം. ആരവിടെ? അസ്സലാമു അലൈക്കും ഹുസൂർ. രാത്രി മുഴുവനും ഇയാൾ തണുത്ത വെള്ളത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആജ്ഞ പോലെ ഹുസൂർ.
തിരുമനസേ, അങ്ങയുടെ ആജ്ഞ പോലെ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ യമുനാ നദിയിലെ തണുത്ത വെള്ളത്തിൽ നിന്നു. എന്താണ് ഇയാൾ പറയുന്നത്? സത്യമാണോ? അതെ ഹുസൂർ, സത്യമാണ്. ഇന്നലെ രാത്രി മുഴുവനും ഇയാൾ യമുനാ നദിയിലെ തണുത്ത വെള്ളത്തിൽ നിന്നു. ഓഹോ, എന്തൊരു അതിശയം! പറയൂ ഗോവിന്ദൻ, ഇന്നലെ രാത്രി മുഴുവൻ ആ തണുത്ത വെള്ളത്തിൽ നിൽക്കാൻ സാധിച്ചതിന്റെ രഹസ്യം എന്താണ്? അതായത് യമുനാ നദിയിലെ തണുത്ത വെള്ളത്തിൽ നിന്നപ്പോൾ അങ്ങയുടെ കൊട്ടാരത്തിലെ വിളക്കുകളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ എനിക്ക് തണുപ്പൊട്ടും തോന്നിയതേയില്ല തിരുമനസേ. ഓ, അങ്ങനെയാണോ? അപ്പോൾ നിങ്ങൾക്ക് ആ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിക്കാൻ അർഹതയില്ല. നിങ്ങൾക്ക് പോകാം. തിരുമനസേ, ഇത് ഒട്ടും ശരിയല്ല. എന്റെ ആജ്ഞ ഇതായിരുന്നു, യമുനയിലെ തണുത്ത വെള്ളത്തിൽ രാത്രി മുഴുവൻ നിൽക്കണമെന്ന്. പക്ഷേ എന്റെ കൊട്ടാര വിളക്കുകളിൽ നിന്നുള്ള ചൂട് നിങ്ങൾക്ക് കിട്ടി. അതിനാൽ തോറ്റിരിക്കുന്നു. അതുകൊണ്ട് പാരിതോഷികം നൽകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പോകാം. എന്താ ഗോവിന്ദൻ, എന്താ ദുഃഖിച്ചു വരുന്നത്? ചക്രവർത്തി പാരിതോഷികം നൽകിയില്ലേ? ഇല്ല ബീർബൽ, ചക്രവർത്തി പാരിതോഷികം നൽകിയില്ല. എന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്തുകൊണ്ട് പാരിതോഷികം തന്നില്ല? അദ്ദേഹം പറയുന്നു കൊട്ടാര വിളക്കുകളിൽ നിന്ന് എനിക്ക് ചൂട് കിട്ടിയെന്ന്, അതുകൊണ്ട് പാരിതോഷികത്തിന് അർഹനല്ലെന്ന്. അതുകൊണ്ട് എന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഇത് ശരിയല്ല. എവിടെയാണ് ആ കൊട്ടാര വിളക്കുകൾ? നദി വളരെ ദൂരെയല്ലേ? കൊട്ടാര വിളക്കുകളിൽ നിന്നുള്ള ചൂട് എങ്ങനെയാണ് നദിയിലെത്തുക? എനിക്കും അതാണ് അറിയാത്തത് ബീർബൽ. വിഷമിക്കട്ട, നാളെ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം. നിങ്ങളുടെ പാരിതോഷികം വീട്ടിലെത്തിച്ചേരും. ഗോവിന്ദൻ പോയിക്കോളൂ. നന്ദി ബീർബൽ, വളരെ നന്ദി. ഞാൻ പുറപ്പെടട്ടെ. എന്താ പറ്റിയത്? എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ. പക്ഷേ ബീർബലിനെ മാത്രം കാണുന്നില്ല. എന്താണ് ഇതുവരെ എത്താത്തത്? ആരവിടെ? അസ്സലാമു അലൈക്കും ഹുസൂർ. വേഗം പോകൂ. പോയി ബീർബലിനെ കൂട്ടിക്കൊണ്ടുവരൂ. ആജ്ഞ പോലെ ഹുസൂർ. തിരുമനസേ, ബീർബൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അത് പാചകം ചെയ്ത് കഴിച്ചതിന് ശേഷമേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആകട്ടെ. ഇന്നത്തെ ദിവസം അവസാനിക്കാറായി. ബീർബൽ എന്താണ് വരാത്തത്? നേരിട്ട് പോയി നോക്കിയിട്ട് വരാം. ബീർബൽ, എന്താണിത്? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തിരുമനസേ, ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കലം ഉയരത്തിൽ കിട്ടിയിരിക്കുന്നു. തീയാണെങ്കിൽ ഇത്രയും താഴെയും. ഇങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ബീർബൽ? കലത്തിലുള്ളതിന് എങ്ങനെയാണ് ചൂട് കിട്ടുക? എന്തുകൊണ്ട് കിട്ടില്ല? നദിയിൽ നിന്നുകൊണ്ടിരുന്ന ഗോവിന്ദന് കൊട്ടാര വിളക്കുകളിൽ നിന്ന് ചൂട് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഈ കലത്തിന് ഈ തീയിൽ നിന്ന് ചൂട് കിട്ടില്ല? എനിക്ക് മനസ്സിലായി ബീർബൽ. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി. അതെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. എന്നോട് ക്ഷമിച്ചാൽ ഗോവിന്ദനുള്ള പാരിതോഷികം നിങ്ങൾ തന്നെ എടുത്തുകൊണ്ടുവന്ന് അയാൾക്ക് നൽകിയാലും. നന്ദി ചക്രവർത്തി, നന്ദി. ഗോവിന്ദൻ, ഗോവിന്ദൻ. വരൂ വരൂ ബീർബൽ, സ്വാഗതം. ഗോവിന്ദൻ, ഇതാ നിങ്ങളുടെ പാരിതോഷികം. നന്ദി ബീർബൽ, വളരെ നന്ദി. നിങ്ങളുടെ കടമ നിർവഹിക്കൂ. അതിനുള്ള പാരിതോഷികം കിട്ടും. അതിന്റെ ഉത്തമോദാഹരണമാണ് നിങ്ങൾ. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമേ ഉണ്ടാവില്ല. ഇത്ര പെട്ടെന്ന് പോവുകയാണോ? വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്. മുഗൾ ചക്രവർത്തിയായ അക്ബറിന് എന്റെ വിനീതമായ പ്രണാമം. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. എന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അങ്ങയുടെ ഈ വലിയ സാമ്രാജ്യത്തിൽ വസിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച എന്റെ പണം മുഴുവനും
ഒരാൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ചക്രവർത്തി. അങ്ങയ്ക്കു മാത്രമേ ഇതിനൊരു ന്യായം പറയാൻ കഴിയൂ ചക്രവർത്തി തിരുമനസേ. പ്രിയപ്പെട്ട ഖാദർ, ആദ്യം നടന്നത് എന്താണെന്ന് വിശദമായി പറയൂ. അപ്പോഴേ എന്തെങ്കിലും ചെയ്യാനാവും. തിരുമനസേ, കഴിഞ്ഞ വർഷം ഞാനും എന്റെ ഭാര്യയും മെക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയി. എനിക്ക് അവകാശികൾ ആരും ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ സ്വത്ത് മുഴുവനും ഒരു ചെറിയ പെട്ടിയിലാക്കി എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നസീബിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ മാസം ഞങ്ങൾ രണ്ടുപേരും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തി തിരുമനസേ. കുറെ തവണ ചോദിച്ചിട്ടും മുഹമ്മദ് നസീബ് എന്റെ പെട്ടി എനിക്ക് തിരിച്ചു തന്നില്ല. അതുമാത്രമല്ല, ഞാൻ അയാൾക്ക് പെട്ടിയൊന്നും നൽകിയിട്ടില്ലെന്നും അയാൾ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യുക തിരുമനസേ? ഇതത്ര ശരിയല്ലല്ലോ. വിഷമിക്കേണ്ട ഖാദർ, വഴിയുണ്ടാക്കാം. നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും നഷ്ടമാവില്ല. ധൈര്യമായിട്ടിരിക്കൂ. പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടെത്താം. ആരവിടെ? അസ്സലാമു അലൈക്കും ഹുസൂർ. നാളെ രാജസദസ് കൂടുമ്പോൾ നസീബ് ഇവിടെ ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്. ശരി ഹുസൂർ. നന്ദി ചക്രവർത്തി, വളരെ നന്ദി. സ്നേഹധനനായ മുഗൾ സാമ്രാജ്യ ചക്രവർത്തി അക്ബർ മഹാരാജാവ്, നീതിമാനായ അക്ബർ ചക്രവർത്തി, മികവുറ്റ ഭരണാധികാരി എഴുന്നള്ളുന്നു. ബീർബൽ, ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നേരായ തീരുമാനം നൽകൂ. ശരി ചക്രവർത്തി. അബ്ദുൽ ഖാദർ, എന്നാണ് നിങ്ങൾ ആ പെട്ടി നസീബിനെ ഏൽപ്പിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷം ഷബാൻ മാസത്തിലെ 10-ാം ദിവസം. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല ഹുസൂർ. ഞാൻ അന്ന് മുഹമ്മദ് നസീബിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ചാണ് കണ്ടത്. അവിടെ വെച്ചാണ് ഞാൻ ആ പെട്ടി കൊടുത്തത് ഹുസൂർ. അതൊരു ഉച്ച സമയമായിരുന്നതിനാൽ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അതൊരു പൂന്തോട്ടമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ വല്ല മരമോ മറ്റോ ഉണ്ടായിരുന്നോ? ഉവ്വ് ഹുസൂർ, ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇരുവരും സംസാരിച്ചത്. കണ്ടോ, ഇതൊരു തെളിവാണല്ലോ. നിങ്ങൾ ഉടനെ പോയി ആ പ്ലാവ് ഇങ്ങോട്ട് കൊണ്ടുവരൂ. എനിക്കതിനെ കാണണമെന്ന് പറയൂ. എന്തു പറയുന്നു? ഹുസൂർ, ഒരു പ്ലാവ് എങ്ങനെയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക? സത്യം തെളിയിക്കാനായി പ്ലാവെന്നല്ല, ഭൂമി പോലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ധൈര്യമായി പോയിക്കോളൂ. നിങ്ങളുടെ സ്വത്ത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇതെന്റെ വാക്കാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഹുസൂർ. ഖാദർ ഇവിടെ നിന്ന് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ആ പൂന്തോട്ടം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. അയാൾ പകുതി ദൂരം പോലും എത്തിയിട്ടുണ്ടാവില്ല. ഓ, അത് ശരി. നമുക്ക് നോക്കാം. ഹുസൂർ, ഹുസൂർ, അങ്ങ് എന്നോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ മരത്തിനോട് പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഒരു മറുപടിയും തന്നില്ല ഹുസൂർ. എനിക്കുള്ള ഒരേ ഒരു തെളിവും ഇപ്പോൾ ഊമയാണ് ഹുസൂർ. ഹുസൂർ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷമിക്കേട്ട. നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ മരം ഇവിടെ വന്ന് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. നസീബ്, ഇനിയും സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കണം. ഇല്ലില്ല, ഞാൻ നിഷ്കളങ്കനാണ്. ഇയാൾ എനിക്ക് ഒരു പെട്ടിയും തന്നിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെ വെറുതെ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മരത്തിനടിയിൽ വെച്ച് നിങ്ങൾ ഖാദറിനെ കണ്ടിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. ഇയാളോട് സംസാരിച്ചിട്ടുമില്ല? ഇല്ല. അന്ന് ഖാദർ പെട്ടിയൊന്നും തന്നിട്ടുമില്ലേ? ഇല്ലേ ഇല്ല. അപ്പോൾ ആ മരം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം? അത് പിന്നെ ഞാൻ വെറുതെ. ഓ, ഇപ്പോഴും കുറ്റം സമ്മതിക്കുന്നില്ല അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് മറന്നുപോയോ? മറുപടി പറയോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഖാദറിന്റെ പെട്ടി ഉടൻ തന്നെ തിരിച്ചേൽപ്പിക്കോ, അല്ലെങ്കിൽ കഠിന ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഞാൻ അത്യാഗ്രഹം കാണിച്ച് ഇങ്ങനെ പെരുമാറിയതാണ്. ഞാൻ ഉടനെ തന്നെ പെട്ടി തിരിച്ചേൽപ്പിച്ചു കൊള്ളാം. ഇന്ന് തന്നെ ഏൽപ്പിക്കാം.
ഞാൻ എന്റെ ആ പെട്ടിയെക്കുറിച്ചും അതിലുള്ള പണത്തെക്കുറിച്ചും വല്ലാതെ ദുഃഖിച്ചിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സഹായത്തോടെ എനിക്കത് തിരിച്ചു കിട്ടി. വളരെ നന്ദിയുണ്ട് ഹുസൂർ, വളരെ നന്ദി. ആഹാ, എത്ര ബുദ്ധിശാലിയാണ് നിങ്ങൾ! എന്തൊരു കൃത്യമായ അന്വേഷണം, എത്ര കൃത്യമായ വിധി നിർണയം! നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു ബീർബൽ. നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ, നമ്മുടെ ബീർബൽ നീളാൻ വാഴട്ടെ. ബീർബൽ, താൻസെന്നിന്റെ സംഗീതം നിങ്ങൾ ആസ്വദിച്ചോ? എത്ര മനോഹരമായാണ് അദ്ദേഹം പാടുന്നത്! എത്ര മധുരമായ ശബ്ദത്തിന് ഉടമയാണ്! ഇപ്പോഴും ആ ശബ്ദം എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഹാ, എത്ര വശ്യതയാണ് ആ ശബ്ദത്തിന്! ഈ ശബ്ദത്തിന് തുല്യമായി ആരും തന്നെയില്ല. ഈ സംഗീതത്തെ തോൽപ്പിക്കാൻ ഇനി ആരെങ്കിലും ജനിച്ചാലേ ഉള്ളൂ. ഹുസൂർ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ താൻസെന്നിന്റെ ഗുരു സ്വാമി ഹരിദാസ് ഇദ്ദേഹത്തെക്കാൾ നന്നായി പാടും. അദ്ദേഹത്തിന്റെ സംഗീതം കേട്ടാൽ മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികൾ പോലും തലയാട്ടി ആസ്വദിക്കും. എന്താ താൻസൻ ഇത്? ബീർബൽ എന്താണ് ഈ പറയുന്നത്? അതെ ഹുസൂർ, വളരെ ശരിയാണ്. എന്റെ ഗുരു ഹരിദാസ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ഗായകനാണ്. ഇത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് കൊണ്ടുവരൂ. അദ്ദേഹത്തിന്റെ ഗാനം ഞാനും കൂടി കേൾക്കട്ടെ. ഹുസൂർ, ആര് പറഞ്ഞാലും അദ്ദേഹം അനുസരിക്കില്ല. രാജസദസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയെന്നത് അസാധ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് രാജാവ് സംഗീതം കേൾക്കുക? ഹുസൂർ, അദ്ദേഹത്തിന്റെ ആശ്രമം വൃന്ദാവനത്തിലാണ്, ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങക്ക് അവിടെ പോയി അദ്ദേഹത്തിന്റെ സംഗീതം ആസ്വദിക്കാം. ശരി ബീർബൽ, സേനകളോട് തയ്യാറായിരിക്കാൻ പറയൂ. നാളെ പ്രഭാതത്തിൽ തന്നെ പുറപ്പെടണം. നമുക്ക് ഹരിദാസിന്റെ ആശ്രമത്തിൽ ചെന്ന് സംഗീതം ആസ്വദിക്കാം. ഹുസൂർ, നാം ഒരു സന്യാസിയെ ആശ്രമത്തിൽ വെച്ച് കാണാനായി പോവുകയാണ്. അതിനായി നമുക്ക് സേനയുടെയും മറ്റും ആവശ്യമുണ്ടോ? ബീർബൽ, നിങ്ങൾ പറയുന്നതും വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് 3 പേർക്കും കൂടി ആശ്രമത്തിലേക്ക് പോകാം. അങ്ങനെ ആവട്ടെ. താൻസൻ, ആശ്രമത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ഗുരു ഹരിദാസിനോട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കും. ആജ്ഞ പോലെ ചക്രവർത്തി. ഷാഹിൻഷാ അക്ബർ ചക്രവർത്തിക്ക് സ്വാഗതം, ഹാർദമായ സ്വാഗതം. ഗുരു, നിങ്ങളുടെ സംഗീതം കേൾക്കുവാൻ ചക്രവർത്തിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ചക്രവർത്തിക്ക് വേണ്ടി നിങ്ങളൊരു ഗാനം പാടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാകും. നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ആജ്ഞാനുസരണം ഞാൻ പാടാറില്ല ഹുസൂർ. എന്റെ അന്തരംഗത്തിൽ തോന്നിയാലേ ഞാൻ പാടൂ. ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത് ഹുസൂർ. ദയവായി എന്നോട് ക്ഷമിച്ചാലും. ഇങ്ങനെ ഒരു മറുപടി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. ഗുരു ഹരിദാസ്, ഞാൻ വിട പറയുകയാണ്. എന്താണ് താൻസൻ, നിങ്ങളുടെ ഗുരു ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ?
എനിക്കും അതാണ് മനസ്സിലാകാത്തത്. ചക്രവർത്തി വളരെ ദേഷ്യപ്പെട്ടാണ് പോയത്. നിങ്ങൾ തന്നെ ഇതിനൊരു പരിഹാരം പറയണം. തന്റെ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ നേർവഴിക്ക് നയിക്കുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് താൻസൻ, നിങ്ങൾ ഉടനെ തന്നെ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഗാനം തെറ്റായി പാടുക. അപ്പോൾ നിങ്ങളുടെ തെറ്റ് തിരുത്താനായി അദ്ദേഹം തീർച്ചയായും പാടും. ആഹാ, കൊള്ളാം. ഇത് വളരെ നല്ല ആശയമാണ്. ശരി, നിങ്ങൾ വേഗം പോയി ഒരു ഗാനം തെറ്റായിട്ട് പാടൂ. വേഗം, ചക്രവർത്തി പുറപ്പെടാൻ പോവുകയാണ്. ഞാൻ ഉടനെ പോകാം. ബീർബൽ, എന്താണ് അവിടെ? എന്താണ് ഇനിയും കാത്തിരിക്കുന്നത്? വേഗം വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ദയവായി അല്പം ക്ഷമിച്ചാലും ഇപ്പോൾ ഗുരു ഹരിദാസ് പാടുന്നതാണ്. ഇല്ല, പാടില്ല. നമുക്കായി പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇല്ല തിരുമനസേ, തീർച്ചയായും അദ്ദേഹം പാടും. താൻസൻ, ഈ ഗാനം ഇങ്ങനെയല്ല പാടേണ്ടത്. കേട്ടോളൂ, ഇപ്പോൾ ഞാൻ പാടാം, നീയും എന്നോടൊപ്പം ചേർന്ന് പാടണം. എനിക്ക് തോന്നുന്നില്ല പാടുമെന്ന്. എന്തൊരു മധുരമായ ശബ്ദം! ഈ സംഗീതത്തിൽ ഒരു ദൈവീകത്വമുണ്ട്. ആഹാ, കൊള്ളാം, മനോഹരം, അത്ഭുതം. ബീർബൽ, നമ്മുടെ താൻസനിന് എന്താണ് ഇങ്ങനെ പാടാൻ കഴിയാത്തത്? തിരുമനസേ, താൻസൻ പാടുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ താൻസന്റെ ഗുരു ഹരിദാസ് ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയാണ് പാടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ദൈവീകത്വമുള്ളത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബീർബൽ, എപ്പോഴും അങ്ങനെയാണല്ലോ. തിരുമനസേ, എന്റെ പേര് നവീൻ പടുക്കർ എന്നാണ്. ഞാനൊരു ആഭരണ വ്യാപാരിയാണ്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ എന്റെ പണം മുഴുവനും ഒരു തോൽ സഞ്ചിയിലാക്കി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. ഇന്നലെ രാവിലെ അത് കാണാനില്ല തിരുമനസേ. ഓ അല്ലാ, എന്നിട്ട്? എന്റെ വീട്ടിൽ 4 ജോലിക്കാരുണ്ട് രാജൻ. അവരിൽ ആരെങ്കിലും ഒരാൾ എടുത്തിട്ടുണ്ടാവുമെന്നാണ് എന്റെ സംശയം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. സത്യം അറിയാൻ വേണ്ടി ഞാൻ അവരെ തല്ലുകയാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിനായി മറ്റുള്ളവരെയും ശിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതെ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ സഹായിച്ചാലും തിരുമനസേ. നവീൻ, ശിക്ഷ നൽകാതെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് സത്യം കണ്ടുപിടിക്കാൻ പറയുന്നു. ഞാൻ ശ്രമിക്കാം, പക്ഷെ പ്രയാസം തന്നെയാണ്. ശരി, നാളെ 4 ജോലിക്കാരെയും രാജസദസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാം. തിരുമനസേ, പ്രണാമം. ഇവരാണ് എന്റെ 4 ജോലിക്കാർ. ഇവരാണല്ലേ? ബീർബൽ, ചക്രവർത്തി, ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. എനിക്കുള്ള മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഞാനൊരു തീരുമാനത്തിലെത്താം. മാന്ത്രിക ശക്തിയോ? അതേ തിരുമനസേ. ചക്രവർത്തി, ഈ വടികൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇവർക്ക് 4 പേർക്കും ഓരോ വടി വീതം നൽകാം. ആരാണോ മോഷ്ടിച്ചത് അയാളുടെ വടിക്ക് മാത്രം നാളെ രാവിലെ നോക്കുമ്പോൾ 4 ഇഞ്ച് നീളം കൂടുതലുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറ്റവാളിയെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും തിരുമനസേ. ഇതൊരു നല്ല ആശയമാണല്ലോ.
നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി, ഓരോരുത്തരും ഓരോ വടി വീതം എടുത്തുകൊള്ളൂ. രാത്രി കിടക്കുമ്പോൾ അരികിൽ തന്നെ വെച്ചുകൊള്ളണം. നാളെ രാവിലെ വടികൾ രാജസദസ്സിലേക്ക് കൊണ്ടുവരണം. ഇതൊരു മാന്ത്രിക വടിയാണെന്നോ? ഇതെന്നെ കാണിച്ചു കൊടുക്കും. ഞാനാണ് കുറ്റവാളിയെന്ന് ബീർബലിന് എങ്ങനെ മനസ്സിലാകും? നാളെ 4 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമല്ലേ മനസ്സിലാവൂ. എന്നാൽ അതൊന്നു കാണട്ടെ. ഇനി ബീർബലിന് എങ്ങനെ അറിയും ഞാൻ രക്ഷപ്പെട്ടു? ഇനി ഞാൻ എങ്ങനെ പിടിയിലാകുമെന്ന് കാണട്ടെ. ഇന്നലെ ഞാൻ തന്ന വടികൾ എനിക്ക് തിരിച്ചു തരൂ. നിങ്ങൾക്ക് പോകാം. നന്ദി ഹുസൂർ. ഞാൻ നിങ്ങൾക്ക് തന്ന ആ വടി ഇങ്ങോട്ട് തരൂ. ഇതാ ഹുസൂർ. നിങ്ങൾക്കും പോകാം. നന്ദി ഹുസൂർ. നിങ്ങൾക്ക് തന്ന വടി എവിടെ? കാണട്ടെ. ഇതാ. ഞാനും പൊയ്ക്കോട്ടെ ഹുസൂർ. നിങ്ങൾ പോകരുത്, നിൽക്കൂ. നിങ്ങളുടെ പേരെന്താണ്? ബക്കർ എന്നാണ്. ശരി ബക്കർ, നിങ്ങൾ മോഷ്ടിച്ച വ്യാപാരിയുടെ പണം തിരിച്ചു കൊടുത്തേക്കോ. ഹുസൂർ, എന്താണ് പറയുന്നത്? ഞാൻ നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനർത്ഥം? എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറ്റിക്കാൻ നോക്കണ്ട, കുറ്റം സമ്മതിച്ചേക്കൂ. ബീർബൽ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചക്രവർത്തി തിരുമനസേ, ഞാൻ സാധാരണ 4 വടികളാണ് ഇവർക്ക് കൊടുത്തത്. അവയ്ക്ക് മാന്ത്രിക ശക്തി ഒന്നുമില്ല. അവ വെറും വടികളായിരുന്നു. പക്ഷെ ഇയാൾ വിചാരിച്ചു അതിന് 4 ഇഞ്ച് നീളം കൂടുമെന്ന്. അതുകൊണ്ട് ഇന്നലെ ഇയാൾ അതിന്റെ നീളം കുറച്ചു. ഇയാൾ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ എന്തിനയാൾ അങ്ങനെ ചെയ്തു? എന്താ ബക്കർ, ഇപ്പോഴെങ്കിലും കുറ്റം സമ്മതിക്കുന്നോ? എന്നോട് ക്ഷമിക്കണം രാജൻ. ഞാൻ തന്നെയാണ് പണം മോഷ്ടിച്ചത്. ഇന്ന് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കാം. ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കുടുംബമുണ്ട്. കൊള്ളാം ബീർബൽ, കൊള്ളാം. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഗംഭീരം ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ. Come on, little bunnies. Give thumbs up for the video, share with your friends, and subscribe to our channel for more awesome videos.